ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പവിത്ര സീരിയൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. 18-ാം തീയതി എന്ന് പറഞ്ഞു, പിന്നെ 25-ാം തീയതി ആക്കി. 25-ാം തീയതി ഒന്നും ഇപ്പോൾ മാറ്റിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഒരു ഉടനെ ആരംഭിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡേറ്റ് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ടൈമും മാറ്റിയിട്ടുണ്ട്. 9 മണിക്ക് ഇവർ വിവാഹിതരായ എന്നുള്ള സീരിയലാണെങ്കിൽ ജൂൺ 1-ാം തീയതി ഉണ്ടാവാൻ പോകുന്നത്. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തമിഴിൽ നിന്നുള്ളൊരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിൽ ഇനി വരുന്ന ഭാഗങ്ങളൊക്കെ തമിഴിൽ നിന്ന് ഉള്ളതാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിക്രം ജയിൽ ശിക്ഷ കിട്ടിപ്പോയതിന് ശേഷം വേദ നാട് വിടുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് ശ്രീകാന്തിനായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളൊരു ധൈര്യമൊന്നും വേദയ്ക്കില്ല. ധൈര്യം ഇല്ല എന്നല്ല, കുഞ്ഞിനെ ജീവൻ കളയരുത്, കുഞ്ഞിനെ ജീവനോട് കൂടി വേണം, എന്നിട്ട് വിക്രമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നൊക്കെയാണ് വേദ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഗർഭിണിയാണെന്നും തനിക്കൊരു കുഞ്ഞ് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം ശ്രീകാന്തോ അതുപോലെ തന്നെ ദർശനോ അങ്ങനെ ആരും അറിയരുതെന്നുള്ള കാര്യം തന്നെ വേദ മനസ്സിലാക്കാണ് കേട്ടോ. അങ്ങനെയാണ് വേദ വിക്രം പോയതിന് ശേഷം നാട് വിടുന്നത്. അങ്ങനെ നേരെ ബോംബെയിലേക്ക് പോയി അവിടെ ഒരു കൂട്ടുകാരിയുടെ കൂടി അവിടെ ജോലി ചെയ്തുകൊണ്ടാണ് വേദ ജീവിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6 വർഷത്തെ ശിക്ഷയാണ് വിക്രത്തിന് കിട്ടുന്നത്. അപ്പോൾ വിക്രത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നത് നമ്മൾ ശങ്കരനാരായണനാണ്. പക്ഷേ ഏത് തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിലും സാഹചര്യങ്ങളും തെളിവുകളും ഒക്കെ വിക്രമിനെതിരായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് ശിക്ഷ വിക്രമിന് കിട്ടുന്നത്. അങ്ങനെ വിക്രമില്ലാതെ തന്നെ ആ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ തനിക്ക് കഴിയില്ല എന്ന് തന്നെ വേദയ്ക്ക് മനസ്സിലാവാണ്. ഇത്രയൊക്കെ ചെയ്ത ആൾക്കാരല്ലേ, കൊലപാതകം വരെ ശ്രീകാന്ത് ചെയ്തു തുടങ്ങി. അപ്പോൾ പിന്നെ ഇനി വേദനെ കുഞ്ഞിനെ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഈ ശ്രീകാന്ത് ഇനി ചെയ്യാന്നുള്ളത് ഉറപ്പാണ്. കാരണം വേദന കുഞ്ഞിനാണ് ആ സ്വത്തുക്കൾ മുഴുവൻ കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ശ്രീകാന്ത് ആയിരിച്ച് ക്രൂരത ചെയ്യുന്നുള്ളത് വേദയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദ ആരോടും പറയാതെ തന്നെ നാട് വിടാണ്. അങ്ങനെ വിക്രം ജയിലിലായ ശേഷം അമലാമ്മയും മാഷൊക്കെ വിക്രമിനെ കാണാൻ ചെല്ലുമ്പോൾ വേദനയെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ വേദനയെക്കുറിച്ച് ഒരു അറിവും ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ വിക്രമിന് വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. കാരണം വേദയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചത്, ഇനി ശ്രീകാന്ത് എങ്ങാനും വേദന ഉപദ്രവിച്ചിട്ടുണ്ടാവും എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വിക്രം ഇങ്ങനെ ജയിലിൽ ഭയങ്കര വിഷമത്തോടു കൂടിയിട്ട് തന്നെയാണ് കഴിയുന്നത്. എന്തായാലും വേദ പോയി വേറെ ജോലിയൊക്കെ ചെയ്ത് പ്രസവിച്ച് ഒരു പെൺകുഞ്ഞ് എന്നുള്ളതാണ് കേട്ടോ തമിഴിലൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു 6 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെയും കൊണ്ട് നാട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വിക്രം ജയിലിൽ വന്നതിന് ശേഷവും വേദ ഈ കൊച്ച് തൻ്റെതാണ് എന്നുള്ളൊരു കാര്യമൊന്നും ആരോടും തന്നെ തുറന്നു പറയുന്നില്ല. ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് വേദ ആ ഇതിലൊക്കെ. അപ്പോൾ വിക്രം വരുമ്പോഴും വിക്രമിൻ്റെ കുഞ്ഞാണെന്ന് പറയുന്നില്ല. കാരണം വിക്രമിൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമായിരിക്കും. അപ്പോൾ വേദ ശരിക്കും കൊച്ചിൻ്റെ കാര്യത്തിൽ സെൽഫിഷായി മാറാണ്. വിക്രമിനോട് പോലും പറയാത്ത സാഹചര്യമാണ് കേട്ടോ തമിഴിലൊക്കെ കാണിക്കുന്നത്. അങ്ങനെ വേദന കൂടെ ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോൾ വിക്രമിന് ഉറപ്പായിട്ടും അറിയാം വിക്രമിൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം. അങ്ങനെ തമിഴ് കുറേ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞും വിക്രമും തമ്മിൽ ഒരുപാട് അടുക്കുന്നുണ്ട്, ഭയങ്കര സ്നേഹമാവുന്നുണ്ട്. പക്ഷേ എങ്കിലും കുഞ്ഞിനെ അറിയില്ല തൻ്റെ അച്ഛനാണ് വിക്രം എന്നുള്ള കാര്യം. വേദ അത് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. വേറെ ഏതോ ഒരു സാഹചര്യത്തിൽ കൊച്ചിനെ കിട്ടിയതാണ് അല്ലെങ്കിൽ വേറെ ദത്തെടുത്തതാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണോ പറയുന്നത്. എന്തായാലും വിക്രമിന് മനസ്സിലാവാണ് ഇത് തൻ്റെ കുഞ്ഞാണെന്ന്. അവസാനം വിക്രം വേദനയോട് തന്നെ പറയുന്നുണ്ട്, ഇതെൻ്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. നീ അതൊക്കെ എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും ഈ കുഞ്ഞെൻ്റെതാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. നീ എന്തിനാണ് ഇതൊക്കെ മറച്ചു വെക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വിക്രം വേദനയോട് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ജീവനെ കരുതിയിട്ടാണ് വിക്രമിൻ്റെ നിന്ന് വേദ കുഞ്ഞ് വിക്രമിൻ്റെ അത് ആണെന്ന് തുറന്നു പറയാത്തത്. മാത്രമല്ല വിക്രമിനോടും ഒരു ചെറിയൊരു അകൽച്ച പോലെയുണ്ട്. അത്രയ്ക്ക് സ്നേഹവും അടുപ്പമൊന്നും വേദ ആ സമയത്ത് കാണിക്കുന്നില്ല. അതും ഈ ഒരു പേടി കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ തമിഴിൽ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ശ്രീകാന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്രൂരനായിട്ട് മാറാണ് ആ ഒരു കൊലപാതകത്തിനൊക്കെ ശേഷം. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് തമിഴിലെ പ്രമോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കറക്റ്റായിട്ട് ഇത് മലയാളത്തിൽ ഇതേപോലെ വരുമെന്നും അറിയില്ല. എങ്കിലും നമുക്ക് പ്രമോസൊക്കെ ഇട്ട നിലയ്ക്ക് കണ്ട നിലയ്ക്കും ഏകദേശം ഈ ഒരു രീതി തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇനി ജൂൺ 1-ാം തീയതി തുടങ്ങും എന്നാണ് വിചാരിക്കുന്നത്. 25-ാം തീയതി ഇല്ലെങ്കിൽ പിന്നെ ജൂൺ 1-ാം തീയതി ആയിരിക്കും. പക്ഷേ ടൈമിൻ്റെ കാര്യത്തിലാണ് വലിയൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. ഒരു 9:30-ക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഉച്ചയ്ക്ക് വൈകിട്ടോ കാക്കാതിരുന്നാൽ മതി എന്നാണ് കേട്ടോ പ്രാർത്ഥന എല്ലാവരുടെയും. അപ്പോൾ പവിത്രത്തിന് ഒരുപാട് ഫാൻസൊക്കെ ഉണ്ട്. ഫാൻസൊക്കെ ഒരുപാട് ഏഷ്യാനെറ്റിനോടൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്.